കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏറ്റുമാനൂർ നഗരസഭ പരിധിയിലെ റോഡുകൾ BMBC നിലവാരത്തിൽ പുനർനിർമ്മിക്കും. 36 വാർഡുകളിലെയും സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന റോഡുകൾ പുനർനിർമ്മിക്കുന്നതിന് നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടോമി പുളിമാൻതൊണ്ടം പറഞ്ഞു. 5000 കോടി രൂപയാണ് കേരളത്തിലെ മുഴുവൻ മുനിസിപ്പാലിറ്റിയും കൊണ്ട് വെച്ചിരിക്കുന്നത്. ആ മുഴുവൻ തുകയും എത്രയും പെട്ടെന്ന് ചെലവഴിക്കണമെന്നാണ് നിർദ്ദേശം തന്നിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പദ്ധതികളാണ് ഇപ്പം നമ്മളിപ്പോൾ രൂപീകരിക്കുന്നത്. അതുകൊണ്ട് എത്ര രൂപ വരും എന്നുള്ളത് ഇപ്പം നമുക്ക് വരത്തില്ല. ഈ DPR തയ്യാറാക്കുന്നതിൻ്റെ ചെലവാകുന്നതിൻ്റെ 60%, ഈ പദ്ധതി ഉൾപ്പെടുത്തി തന്നെ അതിന് ചെലവാകുന്ന 25% ഈ പദ്ധതി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാ മുനിസിപ്പാലിറ്റിയും ചെയ്ത് എല്ലാ തുകയായിട്ട് വരുന്ന നല്ലൊരു സംഖ്യ മുനിസിപ്പാലിറ്റിക്ക് ലാഭം കിട്ടുന്ന. അതുകൂടാതെ 36 വാർഡിലെയും നീളം കൂടിയ റോഡുകൾ 1.5 കിലോമീറ്റർ മുകളിലേക്കുള്ള റോഡുകൾ BMCC പദ്ധതിയിൽ ഉൾപ്പെടുത്തി, അത് അമൃത് പദ്ധതി ഉൾപ്പെടുത്തി ടാർ ചെയ്യുന്നതിന് വേണ്ട നടപടിയിലേക്കും നീങ്ങുന്നതിന് വേണ്ടി കൂടിയാണ് 15-ാം തീയതി DPC അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി 10-ാം തീയതിക്കുള്ളിൽ റോഡുകളുടെ പേരുകൾ തരാൻ പറഞ്ഞിട്ടുണ്ട്. ആ കിട്ടുന്ന മുറയ്ക്ക് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷണം നടത്തി വേണ്ട തുകയുടെ ഇതിൽ DPC സബ്മിറ്റ് ചെയ്യുന്നതായി. ഇതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പ്രോജക്ട് പരമാവധി പ്രയോജനപ്പെടുത്തുവാനായി പ്രത്യേക കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തതായും ചെയർമാൻ പറഞ്ഞു. ഓരോ വാർഡിലെയും പുനർനിർമ്മിക്കേണ്ട റോഡിന്റെ DPR തയ്യാറാക്കുവാൻ കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകിയതായി ചെയർപേഴ്സൺ പറഞ്ഞു. യോഗം മഴക്കെടുതി സംബന്ധിച്ചും ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ചും ചർച്ച ചെയ്തു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.